ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഇപ്പം ബജിക്കടയിലെ മുളക് ബജി ചൂടോടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഫസ്റ്റ് വ്ലോഗിൽ ഞാൻ പറഞ്ഞേക്കുന്ന പോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് മുളക് തന്നെയാണ് ഇന്ന് കിട്ടിയേക്കുന്നത്. ഇത് നല്ലപോലെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ മുളക് ബജിയുടെ ഈ മാവിൽ തന്നെയാണ് ഞാൻ മുട്ട ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാവ് റെഡിയാക്കാൻ വേണ്ടി പോകാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കായപ്പൊടി, ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് ഈ പാത്രത്തിലോട്ടിടാം. അപ്പോൾ ഒരു വലിയ പാത്രം ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മുളക് പൊടിയുടെ കട്ടയൊന്നും ഉണ്ടാവരുതേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടലമാവ് മാത്രമേ ഇടാവുള്ളൂ. നല്ല കടലമാവ് നമ്മൾ ചില ബജിമാവൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ മേടിക്കരുത്. കടലമാവ് തന്നെ പറഞ്ഞ് നമ്മൾ മേടിക്കണം. കടലമാവ് മേടിച്ച് നമുക്ക് ഈ മിക്സിനകത്തോട്ട് ഇടാം. മിക്സിനകത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കട്ട കട്ടാതെ ഇളക്കിയെടുക്കണം. അപ്പോൾ എത്ര നമ്മൾ ഇളക്കി മിക്സ് ചെയ്തെന്ന് പറഞ്ഞാലും നല്ലതായിട്ട് കട്ടയാണോ, അത് കുഴപ്പമില്ല. നമ്മളത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ഉണ്ടാക്കാറാകുമ്പോഴത്തേക്കും ഇതിൻ്റെ കട്ടയൊക്കെ പോയി മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നോളും. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാകം. നമ്മൾ സ്പൂൺ കൊണ്ട് ഉരുക്കുമ്പം പെട്ടെന്ന് താഴെ പോകല്, പതിയെ താഴെ പോകുന്ന രീതിയിൽ അങ്ങനെ ആക്കി എടുത്താണ്. കട്ടയും കൊണ്ടലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിങ്. അപ്പോൾ ഇത് രാവിലെ ഒരു 8 മണിക്കാണ് ഞാൻ കുഴച്ച് വെച്ചത്. ഞാൻ കടയിൽ പോയി ഉണ്ടാക്കുമ്പോൾ ഒരു 11:30-12 മണിയൊക്കെ ആവും. അപ്പോൾ നമുക്ക് മാവിനെ അടച്ചു വെക്കാം. അപ്പം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മുളക് ഇതുപോലെ രണ്ടായിട്ട് കീറിയെടുക്കണേ. രണ്ടായിട്ട് കീറിയെടുത്തതിന് ശേഷം നമ്മൾ ഈ മാവിൽ മുക്കി ഈ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിനകത്തോട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മുട്ട ബജിയും ഇതേ മാവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുഴുങ്ങിയ മുട്ട നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ഈ മാവിൽ ഇതുപോലെ ഓരോന്നായിട്ട് മുക്കിയിട്ട് കൊടുത്താൽ മതി. അതാണ് മുട്ട ബജിക്ക് നമ്മൾ ഈ സെയിം മാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് കൂടാതെ വേറെ കുറേ ഐറ്റംസും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഉള്ളിവട നമ്മളിപ്പോൾ നിർത്തി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഗ്യാസ് കിട്ടാനില്ലല്ലോ. ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളിവട നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മുളക് ബജി ഇതേ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചുവന്ന കളറിൽ മുളക് ബജി വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി കൂടുതൽ ഇടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ നല്ല കളറ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി കൂടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് എരിവൊന്നും വരത്തില്ല. നമ്മളോർക്കും ഭയങ്കര എരിവായിരിക്കുന്നു. ഇല്ല, വലിയ എരിവൊന്നും വരത്തില്ല. കാരണം നമ്മൾ ഒരുപാട് മാവിനകത്തോടല്ലേ കുറച്ച് മുളക് ഇടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നല്ല റെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ സെയിം റെസിപ്പി നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതുണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാവേ. ബൈ.